നമസ്കാരം. ഷിബി ടീച്ചറിന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ബികോം സെക്കൻഡ് സെമസ്റ്ററിന്റെ ഉപപാഠപുസ്തകത്തിലെ ഒരു തോണി യാത്ര എന്ന കവിതയിലേക്ക് കടക്കാം. വളരെ വേഗം അതിന്റെ ആശയം പറഞ്ഞു പോകാം. വള്ളത്തോൾ നാരായണ മേനോൻ ആധുനിക കവിത്രയത്തിലെ പ്രമുഖനായ കവിയാണ്. ജാതിചിന്തയ്ക്ക് അതീതമായി പ്രവർത്തിക്കുകയും തന്റെ കവിതകളിൽ അത് സൂചിപ്പിക്കുകയും ചെയ്ത കവിയാണ് അദ്ദേഹം വളരെ പുരോഗമനവാദിയായ ഒരു സാഹിത്യകാരനായിരുന്നു. അന്നത്തെ കാലത്ത് ജാതി പിശാചിന്റെ വളരെയധികം പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടന്നിരുന്ന അറിയാമല്ലോ. നമ്മുടെ കേരളത്തെ ഭ്രാന്താലയം എന്ന് പോലും വിവേകാനന്ദൻ വിശേഷിപ്പിച്ചു. അപ്പൊ ജാതിമത ചിന്തകൾക്ക് അതീതമായി മനുഷ്യനെ സ്നേഹിക്കണമെന്നും ഒക്കെ തന്റെ കവിതകളിലൂടെയും വാക്കുകളിലൂടെ ആഹ്വാനം ചെയ്ത കവിയാണ് വള്ളത്തോൾ നാരായണ മേനോൻ. അദ്ദേഹത്തിന്റെ ഒരു തോണി യാത്ര എന്ന കവിതയിലേക്ക് കിടക്കാം. തിരുക്കിയായ സന്ധ്യ വഴിക്കിടക്ക വിരിച്ചു ഞാൻ കയറിയ തോണിതാനും സ്ഫുരിക്കും ഓളങ്ങൾ മുറിച്ചുകൊണ്ട് ആ സരിത്തിലൂടെ ഗമനം തുടങ്ങി. അപ്പോൾ അന്ന് ജലയാത്രയാണ് കൂടുതൽ. നമുക്കന്ന് ജലാശയങ്ങൾ ധാരാളം, അന്നും ഇന്നും ജലാശയങ്ങളാൽ സമ്പന്നമാണ് കേരളം. ജലപാതകൾ ഇന്നത്തേക്കാൾ കൂടുതൽ അന്നുണ്ടായിരുന്നു. ഗതാഗതത്തിന് കൂടുതൽ പ്രാധാന്യം ഉണ്ടായിരുന്ന കാലമാണെന്ന്. അപ്പോൾ അദ്ദേഹം ഒരു സന്ധ്യയ്ക്ക് കയറിയ തോണിയിൽ കിടക്കയൊക്കെ വിരിച്ചൊന്ന് കിടക്കാമെന്ന് ചിന്തിക്കുകയാണ്. സ്ഫുരിക്കുന്ന ഓളങ്ങൾ, ഇളകുന്ന ഓളങ്ങൾ മുറിച്ചുകൊണ്ട് സരിത്തിലൂടെ, നദിയിലൂടെ ഈ ഒരു തോണി, ഈ വള്ളത്തോൾ കയറിയ തോണി ഇങ്ങനെ യാത്ര തിരിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുട്ടിൽ ഓരോ കേവഞ്ചി ആ സിന്ധുവിൽ എന്ന പോലെ അവ്യക്തമായിട്ട് കടന്നുപോയിക്കൊണ്ടിരുന്നു. നാനാ നിലവേ മനസ്സിൽ നിറഞ്ഞിടട്ടെ തരണി വജ്രത്താൽ. തോണികളുടെ സമുദ്രമാണ് തരണി വജ്രം. അപ്പൊ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുട്ടിൽ ഓരോ കേവഞ്ചി, അന്നത്തെ കെട്ടുവള്ളങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവ്യക്തമായിട്ട് പോകുന്നതായിട്ട് അദ്ദേഹത്തിന് ഇങ്ങനെ ഇരുട്ടിലൂടെ കാണാൻ പറ്റുന്നുണ്ട്. നിശൂന്യമാകട്ടെ നിജപ്രദേശം, രണ്ടും ഗണിക്കാതെ ഗമിച്ചു മുന്നോട്ട് അസംഗ പോലാ നദി ശാന്തവൃത്തിയ സന്നാഹിയെ കയറി കൂരിരുട്ടിൽ മന്നാകെ ആച്ഛാദിതമായി ചമഞ്ഞു. അപ്പൊ ഇത് വളരെ ശാന്തമായ നദി അങ്ങനെ ഒഴുകുന്നു. അപ്പൊ നദിയാണെങ്കിൽ എന്താണ്? അസംഗ പോലാ നദി, അതായത് ചെറിയ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ മുന്നോട്ട് തന്നെ ഒഴുകിക്കൊണ്ടിരിക്കുന്നവളാണ്, ശാന്ത സ്വഭാവമുള്ളവളാണ്. അപ്പൊ ആ നദിയിലൂടെ ഒരു തോണി മുന്നോട്ട് പോവുകയാണ്. സന്നാഭമാ സ്വന്തം വിളക്കുമായി മിന്നാമിനിങ്ങിൻ നിര സഞ്ചരിച്ചു. അപ്പോൾ അവരുടെ കയ്യിലെ സന്നാഭം മങ്ങിയ വിളക്കുമായിട്ട് സഞ്ചരിക്കുക. അപ്പോൾ അവിടെയായിട്ട് നിറയെ മിന്നാമിനിങ്ങുകളെ കാണാം. തടങ്ങളിൽ ചേർന്ന് ചെടിപ്പടർപ്പിൽ തഴച്ചു കാണാൻ ഈ തമസമൂഹം ആസന്ന ചന്ദ്രോദയ ഭീതി മൂലം, അതായത് അടുത്തുണ്ടാകാൻ പോകുന്ന ചന്ദ്രോദയത്തെ കുറിച്ചുള്ള ഒരു ഭയം മൂലം ഇരുട്ടങ്ങനെ, ഇനിയിപ്പോ ചന്ദ്രൻ ഉദിക്കുമല്ലോ, അപ്പൊ ഇരുട്ടങ്ങനെ ഭയപ്പെട്ട് നിൽക്കുന്നതായിട്ട് അദ്ദേഹം ചിന്തിക്കുകയാണ്. മാറ്റിൽ പതിപ്പാൻ മുതിർന്ന പോലെ കുറച്ചു നേരം കഴിയെ പ്രസാദം സ്ഫുരിച്ചിടും പൂർവ്വദിശ സരസിൽ നിറഞ്ഞ രാവിൻ ചെളിയെങ്കിൽ നിന്ന് വിരിഞ്ഞ് തണ്ടലര് ഉയർന്നു. നിർമ്മലത്വം സ്ഫുരിക്കുന്ന പൂർവ്വദിക് ഭാഗത്ത് നിന്ന് നിറഞ്ഞ രാവിൻ ചളിയിൽ നിന്ന്, രാത്രിയാകുന്ന ചെളിയിൽ നിന്ന് ഒരു തണ്ട് അലര് ഉയർന്നു വന്നു. അതായത് ഇവിടെ ചന്ദ്രന്റെ ഉദയത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ആകാശമാകുന്ന സരസിൽ നിന്ന് പൂർവ്വദിക് ഭാഗത്ത് നിന്ന് ഉയർന്നു വരികയാണ് ചന്ദ്രന്റെ ഒരു മലര് പോലെ ചന്ദ്രൻ ഇങ്ങനെ ഉയർന്നു വന്നു. കാന്തിത്തഴപ്പോട് ഉദിച്ചുയർന്നു പൂന്തിങ്കൾ തൻ ബിംബന കൈതവത്താൽ. കൈതവം എന്ന വാക്കിന് നിഴലിക്കലാകുന്ന വ്യാജം. വാസ്തവത്തിൽ അത് ചന്ദ്രൻ നിഴലിച്ചതല്ല, നീന്തിക്കളിക്കുന്ന രാജഹംസങ്ങളായിരുന്നു. അപ്പോൾ ഇവിടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ചില സൂചനകളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതായത് അന്ന് മഹാത്മാഗാന്ധിയാണ് ഏറ്റവും പ്രധാനിയായ ദേശീയ നേതാവ്. അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് ചന്ദ്രനാണോ ഉദിച്ചതെന്ന് തോന്നിക്കത്തക്ക രീതിയിൽ അന്ന് രാഷ്ട്രീയ സദസ്സിൽ മറ്റു ചില മഹാന്മാരുടെ ഉദയവും ഉണ്ടായി എന്നൊക്കെ ഇവിടെ സൂചിപ്പിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. 8ാമത്തെ പദ്യം വരെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ബന്ധപ്പെട്ടതാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ വീണ്ടും വഞ്ചിയിലെ വൻചിറകായ പായമേൽ ഇറ്റിടും മഞ്ജുള മർമ്മരം, അതിന്റെ പായ്മരത്തിന്റെ ശബ്ദമുണ്ട്. രാവിന്റെ വീർപ്പ് പോലെ കുളിർമാരുതൻ വന്നെന്നോട് യാത്രാകുശ, അത് എനിക്ക് ഉറക്കം വന്നു തുടങ്ങി. കുളിർമാരുതൻ വന്നെന്നെ തഴുകി. ക്ഷണേന മാർഗവ്യഥ കൊണ്ട് കണ്ണും ചിമ്മിക്കിടക്കും അവ നെറ്റിമേൽ. അപ്പോൾ ഞാനിങ്ങനെ യാത്രാ ക്ഷീണം കൊണ്ട് എൻ്റെ നെറ്റിമേൽ സച്ചിൽ സുഖം തൂകിന നിദ്ര വന്നു.
അപ്പം നിദ്രാസുഖം നെറ്റിമേൽ നിന്നാണ് ആരംഭിക്കുന്നതായിട്ട് തോന്നുന്നത്. എനിക്കൊരു നിദ്രാസുഖം വന്നതായിട്ട് തോന്നി. ഉറക്കമാം കോഴി മതംഗ ചേഷ്ടാഗണങ്ങളെ കൊത്തി വിഴുങ്ങുക. എൻ്റെ ശരീരത്തിലെ ചേഷ്ടകൾ, അനക്കങ്ങളെ എൻ്റെ ഉറക്കമാകുന്ന കോഴി കൊത്തി വിഴുങ്ങുകയാണ്. അപ്പോൾ പഞ്ചിക്കാരൻ, അതായത് ഒരു നാവികന്മാരിരുപേരിൽ ഏകൻ, 2 പേരാണ് എൻ്റെ തോണിക്കാര്. അവരിൽ ഒരാൾ എന്നോട് ഒരു ചോദ്യം ചോദിച്ചു. ഞാൻ ഇത്ര വേഗത്തിൽ ഉറങ്ങുമെന്ന് ഈ ബലിഷ്ഠനാം വേട്ടുവൻ ഓർത്തിരിക്കുക. അപ്പൊ ഞാനാണെങ്കിലോ സാഹിത്യകാരനാണ്, എനിക്ക് ഇവന്റെ അത്ര ബലമൊന്നുമില്ല. അപ്പൊ ഇത്രയും വേഗം ഞാൻ ഉറങ്ങിപ്പോകുന്ന അവൻ ഓർത്തിട്ടുണ്ടാവില്ല. ഇവന് രാമായണ വായനയ്ക്ക് അനുജ്ഞ കിട്ടായെങ്കിൽ അബദ്ധമെന്തോ. അപ്പൊ എന്തിനാണ് അവൻ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത്, രാമായണം വായിച്ചോട്ടെ എന്ന്? അതാണ് അവന്റെ ചോദ്യം. സൽഗ്രന്ഥ പാഠത്തെ മുടക്കി വയ്ക്കാൻ ഞാനെന്ന് അവനെങ്ങനെ ആശങ്ക തോന്നി? ആരെങ്കിലും നല്ലൊരു ഗ്രന്ഥം വായിക്കുമ്പോൾ അതിനെ വേണ്ടാന്ന് പറയുമോ? ഞാൻ അതിനെ മുടക്കുമെന്ന് അവനെങ്ങനെ തോന്നി? എഴുത്ത് ശീലിച്ചത് തൻ്റെ ഗർവായി എണ്ണാം, അല്ലാതെ ഇതിന് എന്തിനാണ് അർത്ഥം? അപ്പോൾ ഞാനൊരു സാഹിത്യകാരനാണെന്നുള്ള എൻ്റെ രൂപവും വെട്ടും ഭാവവും ഒക്കെ കാണുമ്പോൾ പറയും, അപ്പോൾ എഴുത്ത് ശീലിച്ചത് എൻ്റെ ഗർവായി മാറുമെന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ്. ഈ ഊഹം എൻ്റെ മനസ്സിലേക്ക് വന്നപ്പോൾ എൻ്റെ കണ്ണുകളിലേക്ക് മിഴിനീർ നിറഞ്ഞു. കാരണം എന്താണ്? നന്ന് ഉയർന്നുള്ളവർ താഴ്ന്ന ജാതിക്കാരിൽ കടത്തും കരുണാകടാക്ഷം. അതായത് വിപരീത അർത്ഥമാണ്. അതായത് താഴ്ന്ന ജാതിക്കാർ വിചാരിക്കുന്നത് നമ്മളെ കൊടുക്കുന്ന അവർക്ക് ഭയങ്കരമായ ദയയാണ് നൽകുന്നത്. പക്ഷെ ദയയല്ലല്ലോ, നമ്മുടെ ആജ്ഞകളെ അനുസരിക്കാനാണോ ഇവര് ആലോചിക്കുന്നത് എന്നുള്ളത് ഓർത്തപ്പോഴാണ് അദ്ദേഹത്തിന് സങ്കടം. അപ്പോൾ ഇവരെക്കുറിച്ച് മറ്റുള്ളവർ ചിന്തിക്കുന്നത് എന്താണ്? അനർത്ഥ ഗർത്തങ്ങളിൽ തന്നെ, ആപത്താകുന്ന കുഴികളിൽ തന്നെ ഇവർ കിടക്കണം, കീടങ്ങളെ പോലെ. വേദേതിഹാസ വിഭൂതിയെല്ലാം മേൽജാതിയുടെ പൈതൃകമാണ്. വേദവും ഇതിഹാസവും ഐശ്വര്യവും എല്ലാം മേൽജാതിക്കാർക്കുള്ളതാണോ എന്നൊക്കെ അദ്ദേഹം ചിന്തിക്കുന്നു. വാഗ്ദേവിയെ താൻ അറിയാതെ തീണ്ടിപ്പോയെന്ന് അവൻ മാപ്പിനിരന്നിടുന്നു. പാപം, ഈ വേട്ടുവൻ ചോദിച്ചത് ഞാനത് രാമായണം വായിച്ചുകൊള്ളട്ടെ എന്നാണ്. അതായത് ഞാൻ വായിക്കുന്നത് തന്നെ ഞാൻ അറിയാതെ വായിച്ചു പോയി, ഉറക്കമാണോ അങ്ങ് എന്ന് ചോദിച്ചവൻ ഭയക്കുന്നു. ഭയാനക സ്മൃതിവാക്യം ആഘോഷം ജാതിപ്പിശാചിൻ പ്രചുരാട്ടഹാസം. ജാതിപ്പിശാചിന്റെ മുഴുത്ത അട്ടഹാസമാണ് ഈ വേട്ടുവനെ കൊണ്ട് എന്നോട് അനുവാദം ചോദിപ്പിക്കുന്നത്. സൗപ്രാത്ര സസ്യത്തിന് ജന്മഭൂമി സൽക്ഷേത്രമേതോ കൊടുനീരൊഴുക്കാൽ പലയിടവും പാഴ്മണൽ വന്നടിഞ്ഞിട്ട് ഇത്രയ്ക്കും നിമ്നോന്നതമായല്ലോ. സഹോദര സ്നേഹത്തിന് പേര് കേട്ടതാണ് ഒരു കാലത്തെ ഭാരതം. പക്ഷെ ഈ ഭാരതത്തിൽ പലയിടവും പാഴ്മണൽ, അതായത് ജാതി ചിന്തയാകുന്ന പാഴ്മണൽ വന്ന് അടിഞ്ഞിട്ട് ഇന്ന് ഈ ഭാരതം നിമ്നോന്നിതം, ഉയരവും താഴ്ചയുമായിട്ട്, അതായത് ചിലയിടത്ത് ജാതിക്ക് കൂടുതൽ പ്രാധാന്യം, ചിലയിടത്ത് മനുഷ്യന് കൂടുതൽ പ്രാധാന്യം, ഇങ്ങനെ ആയിപ്പോയല്ലോ. ബ്രഹ്മർഷിമാർ മുഖ്യനെ മുക്കുവത്തി പെറ്റതാണ് ഈ ഭാരതം. അതായത് വ്യാസനെ പെറ്റത് മുക്കുവ സ്ത്രീയാണ്. ആ മനുഷ്യനോട് തന്നെ സാമീപ്യവും സമ്പർക്കവും ഒക്കെ അധർമ്മമായിട്ട് മാറി. അതായത് തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ എന്നൊരു ചിന്ത നമുക്ക് ഉണ്ടായി. സ്വതന്ത്രമരസ്മാൽ പൂർവരാർത്ഥത്രാണത്തിനായി ശസ്ത്രമെടുത്തുകയിൽ. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മുടെ വംശത്തിലെ പൂർവികർ ആപത്തിൽപ്പെട്ടവർക്ക് വേണ്ടിയാണ് ആയുധം എടുത്തത്. പാഴുറ്റ കയ്യാൽ പരതന്ത്രം നാം പാവങ്ങൾ തൻ മൂർധനി കല്ലിടുന്നു. നമ്മളാണെങ്കിലോ കയ്യിൽ ഉള്ള കല്ലുകൾ പാവങ്ങളുടെ മൂർധാവിൽ അടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. രമിച്ചു പണ്ടവരിൽ ഏകഭാഗ്യത്തോട് ഭാർഗവ രാജലക്ഷ്മി. എല്ലാവരിലും ഭാഗ്യമൊന്നും ഒരുമിച്ച് ചേർന്നിരിക്കില്ല. ആ പൂർവികരുടെ ചോര നായന്മാരെ ഭവാന്മാരിലും ഇറ്റുമില്ലേ. അതായത് പൂർവികന്മാര് ആരാണെന്നറിയാത്തവരാണ് നമ്മൾ. അപ്പൊ അവരുടെ ചോരയല്ലേ നമ്മളിലും ഉള്ളതെന്ന് പറയുന്നു. തമ്പ്രാൻ ഇതാണെങ്കിൽ അവൻ പതിച്ച് സമ്പുദ്ധി സാധു മനുഷ്യ നോക്കൂ. ഈ നമ്മളെല്ലാവരും ഒരു തമ്പുരാന്റെ കീഴാളരാണ്. ആർക്കിഹ തമ്പുരാൻ? നമ്മളല്ല തമ്പുരാൻ. ഈ ലോകത്തെ ഏറ്റവും വലിയ തമ്പുരാനാണ് ഈശ്വരനാണ്. ആ ഈശ്വരന്റെ കീഴാളന്മാരാണ് നമ്മളല്ല. നിന്റേതിലും മുന്തിയതായി വരാം എന്നുടുപ്പ്, ഇതാർക്കും കടയിൽ കിട്ടും. എന്നാൽ ഒരേ നൂലുകൾ കൊണ്ട് നെയ്തതാണ് നമുക്ക് പ്രകൃതിമാകുന്ന അമ്മ തന്ന ഈ ശരീരമാകുന്ന വസ്ത്രം. ആർ പള്ളിയോടം കയറി കളിപ്പൂ ഊഷ്മദൃശ്യ പ്രോഷ്മള ബാഷ്പനീരി. അതായത് നിങ്ങളെപ്പോലെയുള്ളവരുടെ ചുടുകണ്ണീരിലാണ് ഈ വലിയവൻ അല്ലെങ്കിൽ ജാതിയിൽ മികച്ചവൻ എന്ന് ചിന്തിക്കുന്നവൻ അവൻ്റെ ജീവിതം കെട്ടിയുയർത്തുന്നത്.
മുതിർന്നു ഞാൻ ആ പുഴുവിന്റെ നാട്ടിൽ സാങ്കല്പിക സ്വർഗഗോപുരം ചമയ്ക്കേ. അതായത് സങ്കല്പ സ്വർഗഗോപുരത്തിലാണ് ഞാൻ, ഈ ജാതിയിൽ ഉയർന്ന ഞാൻ. ഈ സ്വർഗഗോപുരത്തിൽ നിന്ന്, അധപ്പതനത്തിൽ നിന്ന് ഹിന്ദുക്കളെ ഉദ്ധരിച്ചാൽ ഇന്ത്യക്ക് ഒരു വലിയ ഉയർച്ചയായിരിക്കും ഉണ്ടാവുക. വായനയ്ക്ക് എന്നെ അനുജ്ഞ. ഞാനിതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ ചോദിക്കുകയാണ് വീണ്ടും, ഞാൻ അവന് ആജ്ഞ കൊടുക്കാൻ വേണ്ടി. അവൻ വീണ്ടും ആവർത്തിച്ചു ഈ ചോദ്യം, എന്താണ്? ഞാൻ രാമായണം വായിച്ചോളട്ടെ. വായിച്ചു കൊള്ളുക അത്ര ഇഷ്ടമാണ് ഇതങ്ങെന്ന് ഞാനങ്ങ് ഞാൻ പറഞ്ഞു, എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്, നീ വായിച്ചോളൂ. മണ്ണെണ്ണ വിളക്കിന്റെ മുന്നിൽ അയാൾ തൊഴുകയുമായി ഇരുന്നു. പിന്നീട് പുസ്തകമെടുത്ത് ആദരവോടെ വായന തുടങ്ങി. ശ്രുതിയില്ല, രാഗമില്ല, അക്ഷര വ്യക്തതയുമില്ല. എന്നാലും അയാളുടെ ഗാനം എൻ്റെ ചെവിക്ക്, കർണത്തിന് ആഹ്ലാദമേകി. അപ്പോൾ ആ ശബ്ദത്തിൽ ഭയങ്കരമായി ഭക്തി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് അതിൽ സന്തോഷം തോന്നിയത്. കാവ്യം സുഗേയം, നല്ലവണ്ണം പാടാവുന്നതാണ് കഥ. കഥയാണെങ്കിൽ രാഘവൻ്റേത്, രാഘവീയം. കർത്താവാണെങ്കിലോ തുഞ്ചത്ത് എഴുത്തച്ഛൻ. ചൊല്ലുന്നത് ഏറ്റവും ആനന്ദ ഭക്തിമയ സ്വരത്തിൽ. പിന്നെ എന്തിനാണ് എനിക്ക് ആനന്ദലബ്ധി? എനിക്ക് പിന്നെന്താണ് സന്തോഷമില്ലാത്തത്? അവൻ്റെ പാട്ടാം മണിയൊച്ച കേട്ട് ആ രാവിൻ്റെ നിശബ്ദത അതിന് വിളർന്നു. ഈ പാട്ടിനെ ആസ്വദിക്കുന്നത് പോലെ ദിവിയിൽ താരകങ്ങൾ ഇവനെ നോക്കി നിന്നു. നക്ഷത്രങ്ങൾ ഇവന്റെ പാട്ട് കേട്ട് നിന്നു. നീളത്തിൽ ആ ഗീതം അവന്റെ കണ്ഠനാളത്തിൽ നിന്നിങ്ങനെ അവന്റെ കഴുത്തിൽ നിന്ന് വളരെ കുറേ നേരം അവൻ വായിക്കുകയാണ്. ഈ രാമായണം ഇങ്ങനെ പുറത്തേക്ക് വരികെ ഓളങ്ങളാകുന്ന കരങ്ങൾ കൊണ്ട് നദി മെല്ലെ മെല്ലെ താളം പിടിച്ചു. രാമാനുജ പെങ്കിളി പാടിയ ഒരു രാമായണത്തിന്റെ മധുര പ്രവാഹം കൊണ്ട് ആ വെണ്ണിലാവ്, ഇവൻ പാടുന്ന രാമായണത്തിന്റെ ആ സൗന്ദര്യം കൊണ്ട് ആ വെളുത്ത നിലാവ് ഒരു പാൽക്കുഴമ്പായിട്ട് എനിക്ക് തോന്നി. ചൊൽക്കൊണ്ട തുഞ്ചൻ ഗുരുവിന്റെ കാവ്യരത്നത്തിൽ നിന്നുള്ള കാന്തി കൊണ്ട്, തുഞ്ചത്ത് എഴുത്തച്ഛന്റെ കാവ്യരത്നത്തിലെ കാന്തി കൊണ്ട്, പ്രകാശം കൊണ്ട് ആ മണ്ണെണ്ണ വിളക്ക് എനിക്ക് വിദ്യുൽ പ്രദീപമായി തോന്നി. അതൊരു വലിയ ഒരു മണ്ണെണ്ണ വിളക്കാണ് അവൻ ആ ഇതിൽ വെച്ചിരുന്നത്, എന്താണ്, തോണിയിൽ. പക്ഷെ അതൊരു വലിയ വൈദ്യുത ദീപമായിട്ട് എനിക്ക് തോന്നി. അപ്പൊ ആ ഒരു അത്ഭുത തൂമണം ആ ഒരു കാറ്റിനുണ്ടായി. എന്റെ വഞ്ചിയിൽ തേൻമഴ പെയ്യുന്നത് പോലെ എനിക്ക് തോന്നി. അപ്പോൾ അദ്ദേഹം പറയുന്നു, നല്ലൊരു കവിത കേൾക്കുമ്പോൾ ഒരു മനുഷ്യനുണ്ടാകുന്ന, ഒരു സഹൃദയനുണ്ടാകുന്ന അനുഭവമാണ് എനിക്കുണ്ടായത്. ചുഴിഞ്ഞ വായ്പളവ് എന്നോട് അർത്ഥം ചോദിച്ചിരുന്നു. ചില ദിക്കിലൊക്കെ അയാൾ എന്നോട് അർത്ഥം ചോദിച്ചു. ആ കഷ്ടം ഉത്കൃഷ്ട വിചാരനാം ഈ ജിജ്ഞാസു വിജ്ഞാന വിദൂര സംസ്ഥൻ. അതായത് അദ്ദേഹം വിചാരിക്കുന്നു ഞാൻ വിജ്ഞാനത്തിൽ വളരെ ഞാൻ മികച്ചവനും ഇവൻ വിജ്ഞാനത്തിൽ നിന്ന് വളരെ ദൂരം, അവന് പഠിക്കാൻ പോലുള്ള അനുവാദമില്ലാത്ത താഴ്ന്ന ജാതിക്കാരൻ എന്ത് പറയാൻ. ഗതി സ്പർശിക്കുകയെ ചെയ്യുവതില്ലല്ലോ മത്സോദര മർദ്ദന കറപെടും മേലാളി തൻകരം. അതായത് തെറ്റിദ്ധാരണയുടെ ദുഷിച്ച ശക്തി കഴുകിയാലും പോവാത്ത കഴ ഇറുകി പിടിച്ച് കറയുള്ള ഒരു കൈയാണ് തൻ്റെ. അപ്പോൾ തട്ടിക്കളഞ്ഞാൽ പൊടി പറ്റിയപ്പോൾ പാവപ്പെട്ടവനെ വിദ്യ നൽകിയാൽ അത് തെറ്റാണ് എന്ന് ചിന്തിക്കുന്ന ഉയർന്ന വർഗക്കാരോടുള്ള അദ്ദേഹത്തിന്റെ വൈഷമ്യവും ഇവിടെ പറയുന്നുണ്ട്. അതായത് താഴ്ന്ന ജാതിക്കാർ ഇവരെല്ലാം അറിയാൻ ആഗ്രഹിക്കുന്നവരാണ്, അറിവിനെ ദേവതയെ കരുതുന്നവരാണ്. ഇവരെ കൂടെ ഉയർത്തിക്കൊണ്ടുവരാൻ ഉന്നത കുലജാതരായവർക്ക് കഴിയണം എന്നൊരു സന്ദേശവും കൂടെ നൽകിക്കൊണ്ടാണ് ഈ കവിത അവസാനിക്കുന്നത്. അപ്പോൾ ഈ ഒരു കവിത അതിൻ്റെ കവിതാഭാഗവുമായി വെച്ച് തന്നെ നിങ്ങൾ ഇതിൻ്റെ ആശയം ഗ്രഹിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് വളരെ പെട്ടെന്ന് ഗ്രഹിച്ചെടുക്കാൻ സാധിക്കൂ. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ ഷീബ ടീച്ചർ